എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോണത് ദിഗ്ഗ്രഹ യോഗമല്ല, അത് അടുത്ത എപ്പിസോഡിൽ പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് രണ്ടൊരു ഗ്രഹനില വിശകലനം ചെയ്യാം എന്ന് രണ്ട് ദമ്പതിമാരുടെ വിവാഹം രണ്ട് സ്ഥലത്ത് വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായിട്ട് ഒന്നിച്ച് ജീവിച്ച് രണ്ട് സ്ഥലത്ത് ജീവിക്കുന്ന രണ്ട് വ്യക്തികളുടെ ജാതകമാണ്. അതേപോലെ തന്നെ നമ്മുടെ ജ്യോതിഷികൾ എന്താ പറയാം, നമ്മളെ വിവാഹം ഈ പാപസാമ്യം നക്ഷത്രപ്പൊരുത്തം എന്നൊക്കെ നോക്കി വിവാഹം കഴിച്ച രണ്ട് വ്യക്തികൾ, അതായത് 10-ൽ 4 പൊരുത്തമുള്ള വിവാഹം കഴിച്ച രണ്ട് വ്യക്തികളുടെ ജാതകമാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ ജാതകം ഞാൻ പറഞ്ഞു തരാം. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഈ രണ്ടുപേരുടെ വിവാഹഭാവത്തിൽ എന്തുകൊണ്ട് ഈ ജ്യോതിഷകൾ കൃത്യമായ ജാതക വിചിന്തനം, ഈ നക്ഷത്രപ്പൊരുത്തം, പാപസാമ്യം ദശ, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് കുറേ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നും കൂടി വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ വീണ്ടും പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുരുഷൻ്റെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പുരുഷൻ്റെ ജാതകത്തിൽ 22/11/1974 ജനിച്ച ഒരു പുരുഷ ജാതകമാണ്. അതായത് 22/11/1974 ജനിച്ച ഒരു പുരുഷ ജാതകം. അവിടെ നമ്മൾ വേറെ എവിടേക്കും ഓടുന്നില്ല, ഓടിക്കുന്നില്ല. 7ാം ഭാവത്തിലേക്ക്, അതായത് 7ാം ഭാവം എന്ന് പറഞ്ഞാൽ മതഭാവമാണ്. ഒരു ജീവിത പങ്കാളി എങ്ങനെ ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നത് 7ാം ഭാവം കൊണ്ടാണ്. അല്ലാതെ എട്ടല്ല. ഇവിടെ നോക്കുമ്പോൾ ഇന്നലെ ഒരു ഗ്രഹനില ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ്. 8ാം ഭാവത്തിൽ ശിഖി നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യജീവൻ പരാജയമാണ്. ഒരു അസംബന്ധമായ കാര്യമാണ്. അങ്ങനെ ഇല്ല. 8ാം ഭാവം ഒരു കാരണവശാലും മരണത്തിനോ ഒരു വിവാഹ ജീവിതത്തിലോ ഒന്നും ബാധിക്കുന്നില്ല. 12 രാശികൾക്ക് അല്ലെങ്കിൽ 12 ലഗ്നഭാവങ്ങൾക്ക് ഓരോ ഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലഗ്നഭാവം മുതലാണ് ഓരോ ഭാവത്തിനും ഓരോ കാര്യം. അതിൽ 7ാം ഭാവം കൊണ്ടാണ് നമ്മൾ വിവാഹം ചിന്തിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ 8ൽ ഒരു പാവനുണ്ടെങ്കിൽ ഒരു കാരണവശാൽ വിവാഹത്തിലേക്ക് ഒരു ബന്ധവും വരുന്നില്ല. പറയാൻ കാരണം വെച്ചാൽ ഇതെന്തുകൊണ്ട് ഈ 2 ഗ്രഹനിലയിലും ആ ഒരു സൂചന അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രഹനില ഞാൻ വീണ്ടും ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതായത് 22/11/1974 ലഗ്നം വന്നിരിക്കുന്നത് മേടമാണ്. 2ാം ഭാവത്തിൽ ശിഖിയുണ്ട്, 3ാം ഭാവത്തിൽ ശനി, 7ാം ഭാവത്തിൽ ബുധനും കുജനും ഉണ്ട്, 8ൽ രവി ശുക്രൻ, 9ൽ മാന്തിയുണ്ട്, 11ൽ ചന്ദ്രനും ഗുരുവും, 12ൽ ഗ്രഹങ്ങളൊന്നുമില്ല, ശൂന്യമായിട്ട് നിൽക്കുകയാണ്. ഇതാണ് പുരുഷൻ്റെ കാലാവസ്ഥ. ഇവിടെ ഒന്ന് നോക്കൂ നിങ്ങൾ. 7ാം ഭാവത്തിലേക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ആദ്യം ലഗ്നാധിപന് ബലമുണ്ടോ എന്ന് നോക്കണം. ആദ്യം അതാണ് നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് 7ലേക്ക് ഓടിപ്പോയിട്ട് കാര്യമില്ല. 7ാം ഭാവം കൊണ്ട് നമുക്ക് വിവാഹ ഭാവം ചിന്തിക്കുമ്പം ലഗ്നാധിപന് ബലമുണ്ടോ എന്ന് ആദ്യം നോക്കണം. ലഗ്നാധിപന് ഏത് രാശിയിലാണ് നിൽക്കണേ നോക്കണം. നോക്കൂ, ലഗ്നാധിപൻ ആധിപത്യമുള്ള രാശിയിൽ നിന്ന് 7ലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രസ്റ്റ്മെൻറ്റ്, അതായത് വിദേശികൾക്ക് ഡ്രസ്റ്റ്മെൻറ്റ് എന്ന് പറയും. നമ്മൾ പറയും, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബലക്കുറവ്. 7ാം ഭാവത്തിൽ ലഗ്നാധിപന് ബലക്കുറവായിട്ട് 7ാം ഭാവത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. 7ാം ഭാവം കുജന് നല്ലതല്ല. അതുമാത്രമല്ല, വേറെ എവിടേക്കും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ 7ാം ഭാവത്തിലേക്ക് മാത്രം ഞാൻ ചിന്തിച്ചാൽ മതി. അവിടെ 7ാം ഭാവം കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി. 7ാം ഭാവത്തിൽ ബുധനുണ്ട്. 7ാം ഭാവത്തിൽ ബുധൻ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. 6ാം ഭാവം, പക്ഷേ 3ാം ഭാവാധിപനും 6ാം ഭാവം, അതായത് ഒരു ദുസ്ഥാനത്തിൻ്റെ അധിപനാണ് ബുധൻ. ഒരു 6ാം ഭാവം ഒരു മോശപ്പെട്ട രാശിയാണെന്ന് പറയുന്നത്. 6ൻ്റെ ഒരു ഇതും കൂടിയാണ് ബുധൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 6ാം ഭാവാധിപൻ 7ാം ഭാവത്തിലേക്ക് ലഗ്നാധിപന് ബലമില്ലാതെ 7ലേക്ക് വന്നു. 7ാം ഭാവാധിപനെ കണ്ണു ഓടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ 7ാം ഭാവാധിപൻ പുരുഷ ജാതകത്തിൽ 8ലേക്ക് മാറിക്കഴിഞ്ഞു. ആ കളത്രകാരകൻ എന്ന ശുക്രനാണ്. ശുക്രൻ 8ാം ഭാവത്തിൽ ഒരു പാപനുമായിട്ട് യോഗം ചെയ്തു നിൽക്കുന്നു. ഇന്ന് ചിന്തിച്ചു നോക്കി. 7ാം ഭാവം കൊണ്ട് പുരുഷൻ്റെ ഗ്രഹനിലയിലെ 7ാം ഭാവത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ലഗ്നാധിപൻ ആധിപത്യമുള്ള രാശിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ബലക്കുറവ് വന്നിരിക്കുന്നു. 7ാം ഭാവത്തിൽ നിൽക്കുന്നു. കുജൻ 7ാം ഭാവത്തിൽ 8ലൊരു പാവനുമായിട്ട് യോഗം ചെയ്തു നിൽക്കുന്നു. അവിടെ തന്നെ ആ പുരുഷൻ്റെ ജാതകത്തിലൊരു ഇത് വന്നു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ ജാതകത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ സ്ത്രീ ജാതകം
19/6/1977 ജനിച്ച ഒരു മറ്റേ പൂയ നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ്. ഇവിടെ ലഗ്നം വന്നിരിക്കുന്നത് വൃശ്ചികമാണ്. ലഗ്നത്തിൽ ഗുളിയൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസമില്ല എന്ന് വിദ്യാഭ്യാസം ലഗ്നത്തിൽ ഗുളിയുണ്ട്, ശരീരത്തിലും പല പുതിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ അവർ നല്ലൊരു ഉദ്യോഗസ്ഥ ആണ്. അതായത് നല്ലൊരു എന്താ പറയുക, ഒരു എഞ്ചിനീയറിംഗ് ഒരു മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതുവരെ ഒരു ശരീരത്തിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ലഗ്നത്തിൽ ഗുളിയൻ നിൽക്കുന്നു. 5-ാം ഭാവത്തിൽ ശിഖി, 6-ാം ഭാവത്തിൽ ശുക്രൻ, കുജൻ, 7-ൽ ബുധൻ, ഗുരു, 8-ൽ രവി, ചന്ദ്രൻ, 9-ൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. ശനി യോഗം ചെയ്ത് നിൽക്കുന്നു. 11-ൽ സർപ്പൻ. അപ്പോൾ ഇതാണ് സ്ത്രീയുടെ ഗ്രഹനിലയിൽ. 10-ൽ 6 പൊരുത്തം നോക്കി മറ്റേ ചന്ദ്രാലും ശുക്രാലും എല്ലാം മാർക്കിട്ട് 7-ാം ഭാവം നിൽക്കുന്ന ഗ്രഹത്തിനൊക്കെ മാർക്കിട്ട് പാപസാമ്യം ഒത്തുനോക്കി വിവാഹം കഴിച്ച 2 വ്യക്തികളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവർ പിരിഞ്ഞിരിക്കണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ആര് ജാതക 12 രാശിയിൽ കിടക്കണ, 12 ലഗ്നഭാവങ്ങളിൽ കിടക്കണ, 12 രാശി അതിൻ്റെ 12 ലഗ്നഭാവങ്ങളിൽ കിടക്കണ ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കി എന്തുകൊണ്ട് ഇവർ ജാതക വിചിന്തനം ചെയ്തില്ല എന്നുള്ളൊരു ഏറ്റവും ദയനീയമായൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇത് വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കണം കൂടുതൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ ചന്തൊന്നും കണ്ടിട്ട് നിങ്ങൾ വീഡിയോ കാണാണ്ടിരിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ 7-ാം ഭാവം കൊണ്ട് ചിന്തിച്ച് നമുക്ക് അവിടെ നമ്മൾ 7-ാം ഭാവത്തിലേക്കാണ് കണ്ണോടിക്കുന്നത്. 7-ാം ഭാവാധിപൻ 7ലേക്ക് കണ്ണോടിച്ചപ്പോൾ 7-ാം ഭാവത്തിൽ ഗുരു ഉണ്ട്. 5-ാം ഭാവാധിപനാണ്, നിയന്ത്രണത്തിൻ്റെ കാരകനാണ്. 5-ലുണ്ട്, പക്ഷേ അല്ല 7-ലുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കുക 7-ാം ഭാവത്തിൽ ആരാണ്, ഏത് ഗ്രഹമാണ് കിടക്കുന്നത്? 8-ാം ഭാവാധിപൻ. 2 പേരുടെയും 7-ാം ഭാവത്തിൽ ഒരു 6-ാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ 7-ൽ നിൽക്കുന്നു. ഒരു ദുസ്ഥാനത്തിൻ്റെ അധിപനായ ബുധൻ 6-ൽ നിൽക്കുന്നു. ഇവിടെ 8-ൽ ഇതേപോലെ തന്നെ 8-ാം ഭാവത്തിലും 8-ാം ഭാവാധിപനായ ഒരു ദുസ്ഥാനത്തിൻ്റെ ഈ ഒരു ദുസ്ഥാനത്തിൻ്റെ അധിപനായ ബുധനും 2 പേരിലും 6-8 അതായത് ബന്ധം വന്നിരിക്കുന്ന ഗ്രഹങ്ങളാണ് 7ലേക്ക് വന്നിരിക്കണോ. 7-ാം ഭാവാധിപൻ ഇവിടെ പോയി. 7-ാം ഭാവാധിപന് കണ്ണോടിച്ചപ്പോൾ 7-ാം ഭാവം ഇവിടെയും ഒരാളുടെ 8ലേക്ക് പോയി, അടുത്ത ആളുടെ 8ലേക്ക് പോയി. അതായത് 7-ാം ഭാവാധിപൻ 8-ൽ ഒരു പാവനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു. അതായത് ഒരു എന്താ പറയുക, 2 പേരുടെ 7-ാം ഭാവം പോയി കിടക്കുകയാണ്. അതുമാത്രമല്ല മനസ്സിൻ്റെ കാരകത്വം മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ ബലവാനാണ്. പക്ഷേ ആ എടുത്തുചാട്ടക്കാരനായ കുജൻ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. അതായത് 6-ൽ നിന്നുകൊണ്ട് 6-ൽ നിന്നുകൊണ്ട് ലഗ്നാൽ, അതായത് 6-ൽ നിന്നുകൊണ്ട് 4-ലേക്ക്, 4 എന്ന് പറഞ്ഞ കർക്കിടക രാശിയിലേക്ക് കുജൻ്റെ ദൃഷ്ടി. മനസ്സ് ചഞ്ചലപ്പെട്ടു വയ്ക്കുന്നു. അവർ ഐക്യമില്ല, സമാധാനമില്ലായ്മ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അതുമാത്രമല്ല ഇവിടെ ശനിയുടെ ദൃഷ്ടിയോ കാര്യങ്ങളൊന്നും ഇവിടെ ബാധിക്കുന്നില്ല. ഇവിടെ 8-ാം ഭാവത്തിൽ മനസ്സ് നിയന്ത്രിക്കുന്ന കാരകൻ ചന്ദ്രൻ 8ലേക്കും, അതാണ് മനസ്സിൽ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ ഭാവാൽ 9-ൽ നിന്ന് 8ലേക്കും പോയി. ദൃഷ്ടി ചിന്തിക്കുമ്പോൾ 8ലേക്കും പോയി കഴിഞ്ഞപ്പം അവർ തമ്മിൽ യോജിപ്പില്ല. കാരണം ഒരു അടിസ്ഥാനം വരെ 2 പേരുടെ 7-ാം ഭാവം കൊണ്ട് ചിന്തിച്ചപ്പോൾ 7-ാം ഭാവം പോയി കിടക്കുകയാണ്. പക്ഷെ വേറൊരു വ്യത്യാസം പറയുന്നത് വെച്ചാൽ ഒരു രണരണി ഭാവം എന്ന് പറയുമ്പോൾ മറ്റേയാളുടെ 7-ാം ഭാവാധിപൻ, അതായത് 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ ഉച്ചരാശിയിലോ നീചരാശിയോ മറ്റേയാൾക്ക് ലഗ്നം വരണം. അത് ഒരു രണരണി ഭാവം ഘടനാപൊരുത്തം എന്ന രീതിയിലേക്ക് വരും. ഇവിടെ നോക്കി നോക്കൂ, 7-ാം ഭാവാധിപൻ നിൽക്കണ രാശിയിൽ മറ്റേയാൾക്ക് ലഗ്നം വന്നിരിക്കണു. അതൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷേ 2 പേരുടെ 7-ാം ഭാവം പോയി കിടക്കുക. 7-ാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയിലാണ് വൃശ്ചികം. ആ വൃശ്ചിക രാശിയിൽ സ്ത്രീക്ക് ലഗ്നം വന്നിരിക്കണം. അത് നല്ലൊരു കോമ്പിനേഷനാണ്. കാരണം അപ്പം അതുകൊണ്ട് മാത്രം നമുക്കായില്ല. 7-ാം ഭാവത്തിൽ 2 പേരുടെ 7-ാം ഭാവത്തിൽ ഒരു എന്താ പറയുക, ഒരു ദുസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദുസ്ഥാനത്തിൻ്റെ അധിപനായ ഒരു ഗ്രഹം വന്നിരിക്കുന്നു. 7-ാം ഭാവാധി 2 പേരിലെയും 6-ാം ഭാവത്തിലേക്ക് പോയി, ഒരാളുടെ 8ലേക്ക് പോയി. പുരുഷ ജാതകത്തിൽ 6 ഒരു ശുക്രൻ ഒരു പാവനുമായിട്ട് 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് അവിടെയും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ലഗ്നത്തിൻ്റെ അതുമാത്രമല്ല, ലഗ്നത്തിലേക്ക് വേറെ ഒരു ലഗ്നത്തിലേക്ക് കുജൻ്റെ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ പുരുഷ ജാതകത്തിൽ ലഗ്നാതിന് ബലക്കുറവ് വന്നിരിക്കുന്നു. സ്ത്രീ ജാതകത്തിൽ ഈ പറയണ
ലഗ്നാധിപൻ കുജൻ ബലവാനാണ്, പക്ഷെ 6ാം ഭാവത്തിലാണ്. പക്ഷെ വിവാഹ ഭാവം നോക്കിക്കഴിഞ്ഞപ്പം എല്ലാം കുഴഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇവർ 7ാം ഭാവത്തിൽ മാർക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ 2 പേരുടെ 7ാം ഭാവത്തിലേക്ക് ഈ നിൽക്കുന്ന ഗ്രഹത്തിനൊരു മാർക്കിട്ട്, ആ ഗ്രഹം ഏതെന്ന് നോക്കാത്തത്, അതാണ് ഏറ്റവും വസ്തു. അവിടെ നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഈ 7ാം ഭാവത്തിന് ആ 2 പേരുടെ ഇടയിലേക്ക് പറയുമ്പോൾ യോജിപ്പില്ല, അവർ തമ്മിൽ ഐക്യമില്ല. 1 വർഷം 1.5 വർഷം ഒന്നിച്ച് ജീവിച്ചുള്ളൂ മാക്സിമം. ഇപ്പോൾ 2 പേരും അകന്ന് നിൽക്കുവാണ്. കാരണം കലഹമാണ് കാണുന്നത്. കാരണം 2 പേരുടെയും തമ്മിൽ യോജിച്ച് പോകുന്നില്ലാത്തൊരു വളരെ ഒരു ദുർഘടം പിടിച്ച ഒരു സംഗതിയാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ശനിക്ക് നിൽക്കുന്ന രാശിയിൽ 10ലേക്ക് ദൃഷ്ടി, അതും ശ്രീജാതകത്തിൽ ഒരു വേറുപെടലത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ശനി. ആ ശനി നിൽക്കുന്ന രാശി, ശ്രീജാതകത്തിൽ ശനി നിൽക്കുന്ന രാശിയിൽ 10ലേക്ക് ദൃഷ്ടി, ആ നിൽക്കുന്ന രാശിയിൽ ഒരു അഗ്നിമാരുത യോഗം, അതായത് ദൃഷ്ടി കൊണ്ട് ശനി ബന്ധപ്പെടുന്നു. ആ കുജൻ ശനിയെയും ബന്ധപ്പെടുന്നു. ആ കുജൻ ശുക്രനുമായിട്ടും ശനിൻ്റെ ദൃഷ്ടിയായിട്ട് നിൽക്കുന്നു. ശനി വേർപെടുത്തേണ്ട ആളാണ്. ഒരു അഗ്നിമാരുത യോഗം അമ്പേ പോയി കിടക്കുകയാണ് ഈ 7ാം ഭാവം കൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഗ്രഹനില കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇനി വീണ്ടും നിങ്ങൾ എത്ര വലിയ ജ്യോതിഷകളെടുത്ത് പോവുകയാണെങ്കിലും എനിക്ക് നക്ഷത്രപ്പൊരുത്തോ ഗണപ്പൊരുത്തോ മഹേന്ദ്രപ്പൊരുത്തോ എന്തോ ആയിക്കോട്ടെ, അതിൽ നോക്കരുത്. നമ്മുടെ വിവാഹം ചിന്തിക്കുന്നത് 7ാം ഭാവമുണ്ട്, 12 രാശിയിൽ നിൽക്കുന്നത്, ആ 12 ലഗ്നഭാവങ്ങളിൽ നിൽക്കണം. 7ലേക്ക് നോക്കുന്ന ഗ്രഹം ലഗ്നാധിപൻ, ഇങ്ങനെയൊക്കെ നോക്കി അസുരഗണോ ദേവഗണോ എന്തു ഗണമായിക്കോട്ടെ, നിങ്ങൾക്ക് അവിടെ പ്രശ്നമില്ല. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിൽക്കണ 12 രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയായിരിക്കണം ജാതക വിചിന്താനം ചെയ്യുന്നത്. ഈ വീണ്ടും ഞാൻ ഒരാളല്ല പറയണം, ഉത്തമമായ ജ്യോതിഷികൾ ഇത് തന്നെയാണ്. ഒരുപാട് പേര് പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ വീണ്ടും ജനങ്ങൾ വീണ്ടും കുഴിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് വിവാഹഭാവമായിട്ട്. കാരണം ഇവിടെ ഒരാൾ പറയും, എന്തുകൊണ്ട് 7ാം ഭാവത്തിൽ കുജൻ നിന്നുകൊണ്ട് മറ്റേ ഒരാളുടെ 7ാം ഭാവത്തിൽ ചൊവ്വാദോഷം ഉണ്ടെന്നൊക്കെ പറയണത്. ഈ ചൊവ്വാദോഷം എന്താണ് പറയണത്? ചൊവ്വ ഒരാൾക്കല്ല ബാധിക്കുന്നത്. ഒരാളുടെ 7ാം ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ആ ഭാവത്തിന് നല്ല ഭാവം പോയി എന്നാൽ ചിന്തിച്ചാൽ മതി, അനുവേദ്യമല്ല. വരുന്ന ഒരാളുടെ 7ാം ഭാവത്തിൽ ചൊവ്വാദോഷം ഒരാളെ കൂട്ടി യോജിപ്പിച്ചാൽ അടി ഉറപ്പാണ്, അല്ലെങ്കിൽ വേർപെടുത്തൽ ഉറപ്പാണ്. അതുകൊണ്ട് 7ാം ഭാവത്തിൽ ശുഭമുള്ള ഒരു ഗ്രഹനില തന്നെ തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ അവിടെ 7ലേക്ക് ഒരു പാവൻ്റെ കൂടെ പാവനെ കൂട്ടി യോജിപ്പതല്ല ഈ വിവാഹ ജീവിതം. അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇത്രയും ഒരു ചെറിയൊരു വീഡിയോസ് ഇടാൻ വേണ്ടി വന്നത്. അപ്പോൾ അടുത്ത വീഡിയോസ് ദിഗ്ഗ്രഹയോഗമായിട്ട് തന്നെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.